ഈ കഥ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു സ്പോർട്സ് ബ്രാൻഡ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായ കഥയാണ്. നൈക്കിയാണ് എടുക്കാവുന്നതിലും വലിയൊരു റിസ്ക് എടുത്ത് ഒരു റൂക്കി പ്ലെയറുടെ പേരിൽ പുതിയൊരു പ്രൊഡക്റ്റ് തുടങ്ങിയത്. മൈക്കിൾ ജോർഡനുമായുള്ള പാർട്ട്ണർഷിപ്പിൽ എയർ ജോർഡൻ ബാസ്കറ്റ്ബോൾ ഷൂ പ്രൊഡക്ഷൻ അവർ തുടങ്ങി. ഷിക്കാഗോ ബുൾസിന്റെ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഷൂസ്. എന്നാൽ മൈക്കിൾ ജോർഡൻ തിളങ്ങി നിന്ന് NBA കളിക്കാൻ വൈറ്റ് ഷൂസ് നിർബന്ധമാണ്. യൂണിഫോം കോഡ് തെറ്റിച്ചതിന് 1-2 വട്ടം $5000 വീതം ഫൈൻ അടിക്കുകയും ചെയ്തു. അത് നൈക്കിയാണ് കൊടുത്തത്. എന്നാലും NBA അതിനുശേഷം എയർ ജോർഡൻ ഷൂസ് ആ ടൂർണമെന്റിൽ ബാൻ ചെയ്തു. ഈ നെഗറ്റീവ് വാർത്ത മുതലെടുത്ത് നൈക്കി എയർ ജോർഡൻ ഒരു ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റ് ആയിട്ട് ബ്രാൻഡ് ചെയ്തു തുടങ്ങി. ദ NBA കനോട്ട് കീപ് യു ഫ്രം വിയറിംഗ് ദം എന്ന ടാഗ്ലൈനോട് കൂടി തുടങ്ങി ആരംഭിച്ച ക്യാമ്പയിൻ 80-90കളിലെ സ്ട്രീറ്റ് റാപ്പ് സിംഗേഴ്സിലും ഹിപ്പ് ഹോപ്പ് കൾച്ചറിലൊക്കെ ഒരു സ്റ്റാറ്റസ് സിംബലായി മാറിക്കഴിഞ്ഞിരുന്നു. കാരണം ഒരു സ്പോർട്സ് അത്ലറ്റിന്റെ പേഴ്സണാലിറ്റി ആ ക്യാമ്പയിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്.